പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 3ാമത്തെ യൂണിറ്റായ ക്ലൗഡ് 9 എന്നതിലെ ലാഫിംഗ് സോങ് എന്ന് പറഞ്ഞ പോയമാണ് പഠിക്കാൻ പോകുന്നത്. വില്യം ബ്ലേക്ക് എന്ന ഇംഗ്ലീഷ് കവിയാണ് ഈ പോയം രചിച്ചിരിക്കുന്നത്. പ്രകൃതിയും മനുഷ്യനും ഒന്നു ചേർന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതം കളിച്ചും ചിരിച്ചും സന്തോഷിച്ചുമൊക്കെ ആസ്വദിക്കണമെന്ന ആശയമാണ് വായനക്കാരായ നമ്മളുമായിട്ട് കവി ഈ പോയത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. സംടൈംസ് ദ ഷിയർ പ്രസൻസ് ഓഫ് നേച്ചർ ഫിൽസ് അസ് വിത്ത് ജോയ്. ഷിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്നമായ, തെളിഞ്ഞ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ചിലപ്പോഴൊക്കെ ഈ പ്രകൃതിയുടെ പ്രസന്നമായ തെളിഞ്ഞ ആ ഒരു സാന്നിധ്യം നമ്മുടെ മനസ്സുകളെ സന്തോഷം കൊണ്ട് നിറയ്ക്കാറുണ്ട്. വി സീ ലാഫ്റ്റർ ആൻഡ് ഹാപ്പിനെസ് ഓൾ അറൗണ്ട്. ഈ കാഴ്ച കാണുമ്പോൾ നമുക്ക് ഭയങ്കര ചിരിയും സന്തോഷവും ഒക്കെ നമുക്ക് ചുറ്റും ഫീൽ ചെയ്യാറുണ്ട്, അല്ലെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ലെറ്റ് us റീഡ് ദ പോയം ലാഫിംഗ് സോങ്. വില്യം ബ്ലേക്ക് ആണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. പച്ചക്കാടുകളും അല്ലെങ്കിൽ ഇടതോർന്ന് നിൽക്കുന്ന പച്ച നിറത്തുള്ള ഇലകളോട് കൂടിയ മരങ്ങൾ, അതുപോലെ തന്നെ കളകളം പാടി ഒഴുകുന്ന അരുവികൾ, പച്ചപ്പ് നിറഞ്ഞ ചെറിയ കുന്നുകൾ ഒക്കെ നിറഞ്ഞ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തെക്കുറിച്ചാണ്, അതിനെ പശ്ചാത്തലമാക്കിയാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ലൈനിൻ്റെയും അർത്ഥം നോക്കാം. വെൻ ദ ഗ്രീൻ വുഡ്സ് ലാഫ് വിത്ത് ദ വോയിസ് ഓഫ് ജോയ്. ഗ്രീൻ വുഡ്സ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പച്ച ഇലകളോടുകൂടിയ മരങ്ങൾ അല്ലെങ്കിൽ പച്ചക്കാടിനെയാണ് ഇവിടെ ഗ്രീൻ വുഡ്സ് എന്ന കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. വെൻ ദ ഗ്രീൻ വുഡ്സ് ലാഫ് വിത്ത് ദ വോയിസ് ഓഫ് ജോയ്, സന്തോഷത്തിൻ്റെ ശബ്ദത്തോടുകൂടി പച്ചക്കാടുകൾ ചിരിക്കുമ്പോൾ. ആൻഡ് ദ ഡിംപ്ലിംഗ് സ്ട്രീം റൺസ് ലാഫിംഗ് ബൈ. സ്ട്രീം എന്ന് പറഞ്ഞാൽ അരുവിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡിംപ്ലിംഗ് സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരുവി ഒഴുകുമ്പോൾ അതിനകത്തിൽ ഈ വളഞ്ഞും പുളഞ്ഞുമൊക്കെ ഒഴുകി പോകുമ്പോൾ അതിൻ്റെ പ്രതലത്തിൽ ചെറിയ കുഴികൾ രൂപപ്പെടാറുണ്ട്. ഇത് മനുഷ്യൻ്റെ മുഖത്തുണ്ടാവുന്ന നുണക്കുഴി പോലെയാണെന്ന് കവി ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഡിംപ്ലിംഗ് സ്ട്രീം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് ദ ഡിംപ്ലിംഗ് സ്ട്രീം റൺസ് ലാഫിംഗ് ബൈ. അപ്പോൾ എന്ത് ചെയ്യുന്നു, അരുവിയും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വെൻ ദ എയർ ഡസ് ലാഫ് വിത്ത് അവർ മെറി വിറ്റ്. മെറി വിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെയധികം തമാശ തോന്നുന്ന ഫലിതങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളുടെ വളരെ പൊടുന്നനെയുള്ള ചിരിച്ച് മണ്ണ് കപ്പുന്ന തരത്തിലുള്ള തമാശകളൊക്കെ കേട്ടിട്ട് വായു എന്ത് ചെയ്യുന്നു, ചിരിക്കുന്നു. ആൻഡ് ദ ഗ്രീൻ ഹിൽസ് ലാഫ് വിത്ത് ദ നോയ്സ് ഓഫ് ഇറ്റ്. അതുപോലെ തന്നെ പച്ചക്കുന്നുകളും അവയുടെ ശബ്ദത്തിൽ ചിരിക്കുന്നു. വെൻ ദ മെഡോസ് ലാഫ് വിത്ത് ലൈവ്ലി ഗ്രീൻ. മെഡോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് പുൽത്തകിടിയാണ് പറഞ്ഞിരിക്കുന്നത്. വെൻ ദ മെഡോസ് ലാഫ് വിത്ത് ലൈവ്ലി ഗ്രീൻ, അതായത് തഴച്ചു വളരുന്ന പച്ചപ്പിനാൽ മൂടിയ പുൽത്തകടികൾ ചിരിക്കുമ്പോൾ. ആൻഡ് ദ ഗ്രാസ് ഹോപ്പർ ലാഫ്സ് ഇൻ ദ മെറി സീൻ. ഈ സന്തോഷമുള്ള ആ ഒരു ചുറ്റുപാടിൽ ആ പുൽത്തകടിയിലുള്ള പുൽച്ചാടി അതിനേക്കാൾ സന്തോഷത്തിൽ ചിരിക്കുന്നു. വെൻ മേരി ആൻഡ് സൂസൻ ആൻഡ് എമിലി. മേരിയും സൂസനും എമിലിയും വിത്ത് ദെയർ സ്വീറ്റ് റൗണ്ട് മൗത്ത്സ് സിംഗ് ഹ ഹ ഹേ. അവരുടെ വളരെ മനോഹരമായ വൃത്താകൃതിയിലുള്ള ചുണ്ടുകൊണ്ട് ഹ ഹ ഹ എന്ന് പറഞ്ഞ് ചിരിക്കുന്നു. വെൻ ദ പെയിന്റഡ് ബേർഡ്സ് ലാഫ് ഇൻ ദ ഷെയ്ഡ്. പെയിന്റഡ് ബേർഡ്സ് എന്നതുകൊണ്ട് കവി ഉദ്ദേശിച്ചിരിക്കുന്നത് വർണ്ണക്കിളികളെയാണ്. വെൻ ദ പെയിന്റഡ് ബേർഡ്സ് ലാഫ് ഇൻ ദ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ, ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ തണൽ. അപ്പോൾ ഈ വൃക്ഷങ്ങളുടെ തണലിൽ ഇരുന്നുകൊണ്ട് വർണ്ണക്കിളികൾ കൂട്ടത്തോടെ ചിരിക്കുന്നു. വേർ അവർ ടേബിൾ വിത്ത് ചെറീസ് ആൻഡ് നട്ട്സ് ഈ സ്പ്രെഡ്. അതായത് ചെറികളും അണ്ടിപ്പരിപ്പുകളും ഒക്കെ നിരത്തി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിറഞ്ഞ മേശയുടെ അരികിലായി ഈ ബേഡ്സ് ഇങ്ങനെ മരത്തണലിലിരുന്ന് ചിരിക്കുന്നു. കം ലീവ് ആൻഡ് ബി മെറി ആൻഡ് ജോയിൻ വിത്ത് മീ. വരൂ, സന്തോഷത്തോടെ ജീവിക്കൂ, എപ്പോഴും സന്തോഷിക്കൂ. പിന്നെന്താ പറയുന്നേ, ജോയിൻ വിത്ത് മീ, എന്നോടൊപ്പം ചേരൂ. എന്തിനു വേണ്ടിയാ? ടു സിംഗ് ദ സ്വീറ്റ് കോറസ് ഓഫ് ഹ ഹ ഹേ. അതായത് ഹ ഹ ഹ എന്ന് മാധുര്യത്തോട് പാടിക്കൊണ്ട്
സന്തോഷിക്കാൻ വേണ്ടി കവി നമ്മയും ക്ഷണിക്കുകയാണ് ഇവിടെ. അങ്ങനെ വളരെയധികം സന്തോഷം പകർന്നു നൽകുന്ന പ്രകൃതിയെയും അത് ആസ്വദിക്കുന്ന മനുഷ്യരെയും ഒക്കെ നമുക്ക് ഈ കവിതയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രസന്നമായ ഒരു പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതവും ആസ്വദിക്കാൻ കവി നമ്മയും ആഹ്വാനം ചെയ്യുകയാണ്. ഇനി നമുക്ക് പോയിറ്റിനെ കുറിച്ച് പഠിക്കാം. വില്യം ബ്ലേക്ക് വാസ് ആൻ ഇംഗ്ലീഷ് പോയറ്റ്, പെയിൻറ്റർ ആൻഡ് എൻഗ്രാവർ ഓഫ് ദ റൊമാൻറ്റിക് ഏജ്. റൊമാൻറ്റിക് ഏജ് എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിലെ ഇംഗ്ലീഷ് കവിയും ചിത്രകാരനും ശില്പിയുമായ വില്യം ബ്ലേക്ക് ആണ് ഈ പോയം രചിച്ചിരിക്കുന്നത്. ഹിസ് പോയട്രി കണ്ടെയ്ൻസ് ദ ഐഡിയ ഓഫ് സ്ട്രൈക്കിംഗ് എ ബാലൻസ് ബിറ്റ്വീൻ ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ്. അദ്ദേഹത്തിൻ്റെ കവിതയിൽ നിഷ്കളങ്കതയും അനുഭവങ്ങളും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയും. സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് ഓഫ് എക്സ്പീരിയൻസ്, ദ മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ ആൻഡ് മിൽട്ടൺ ആർ ഹിസ് മേജർ വർക്ക്സ്. സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് ഓഫ് എക്സ്പീരിയൻസ്, ദ മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ ആൻഡ് മിൽട്ടൺ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന സൃഷ്ടികൾ. അങ്ങനെ ഈ ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇത് പ്രയോജനപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക്